ഹലോ, അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് മൈ ബ്യൂട്ടിഫുൾ മദർ മിസ്സസ് ഷീബ മേരി വർഗീസ്. സാറ്റർഡേ വീഡിയോ എടുത്ത് തുടങ്ങിയെങ്കിലും സൺഡേ ആണ് നമ്മുടെ കഥ. മോർണിംഗ് തന്നെ നമ്മുടെ മെയിൻ സാധനമായ കപ്പയെല്ലാം ഉണ്ടാക്കി. സൺഡേ രാവിലെ ആൻറ്റിമാരും ആൽബിയും ജൂജുവും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ അച്ഛയും അമ്മയും കല്യാണം കഴിച്ചിട്ട് ഇനി 25 വർഷമായി. ഇന്ന് October 26. നാളെ October 27 സ്നേഹയുടെ ബർത്ത്ഡേ കൂടിയാണ്. നമ്മൾ കേക്ക് എടുത്ത് വന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കപ്പയെല്ലാം കഴിച്ചു. ജൂജു വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ പവർ, ഫുൾ കളി എനർജിയാണ്. സോ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. സ്നേഹയുടെ പുതിയ ഡ്രസ്സ് എടുത്തിട്ടു. ആരാ വാങ്ങിച്ചത്? ഞാൻ. അമ്മയും അച്ഛയും ഡ്രസ്സ് മാറി വാങ്ങി. ചോക്ലേറ്റ് ട്രഫിളും വാൻജോയും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നത്. നല്ലതായിരുന്നു, നല്ല കേക്കായിരുന്നു. കേക്ക് അത്യാവശ്യത്തിലധികം കഴിച്ച് മത്തായിരുന്നു. ഇന്ന് കോവയ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മേനെ ചുമ്മാ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. കോവയ്ക്ക ഉണ്ടാക്കാൻ കയറിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഫുൾ ഉപദേശമായിരുന്നു. ദിസ് ഈസ് മൈ കുഞ്ഞാൻറ്റി, മഞ്ജു ആൻറ്റി. ആൻറ്റി ഉപദേശത്തിൽ ഒട്ടും പുറകോട്ടായിരുന്നില്ല. കോവയ്ക്കയുടെ തടി കൂടിപ്പോയി. നീ ആദ്യം ഉപ്പാണോ ഇട്ടേ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടച്ചും തുറന്നും ഇളക്കി സാധനം അവസാനം റെഡിയായി. സാധനം പൊളിയായി. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, കഴിച്ച എല്ലാവരും പറഞ്ഞതാണ്. അപ്പച്ചൻ പിന്നെയും ചോദിച്ചു വാങ്ങി കഴിക്കുകയായിരുന്നു. അവരെല്ലാവരും വൈകുന്നേരം ആയപ്പോൾ പോയി. വൈകുന്നേരം പിന്നെ ഒരു ഗ്ലാസ് പാലട പായസം, കുറച്ച് കപ്പയിലും കൂടി കഴിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ച് പൈനാപ്പിൾ കഴിച്ചു. അപ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാൻ സമയമായി. ബീഫ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, വെണ്ടയ്ക്ക തോരൻ, മോരുകറി ആയിരുന്നു കഴിക്കാൻ. ലാവിഷല്ലേ? ബിഗ് ബോസിൽ നിന്ന് ആര്യൻ പുറത്തായി. പക്ഷെ നെവിനും ആര്യനും വന്നിട്ട് ആര്യൻ എങ്ങനെ പുറത്തായി എന്ന് മനസ്സിലാവുന്നു. എന്തായാലും നെവിനേക്കാളും നല്ല പ്ലെയർ ആയിരുന്നു ആര്യൻ. അത്രേ ഉള്ളൂ. ബൈ.